ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ബട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി പൊള്ളിച്ച റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തയ്യാറാക്കി തരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏട്ടത്തിയമ്മയാണ് പ്രിയത്തിയമ്മ. അങ്ങനെ അതിന് വേണ്ട റെസിപ്പികൾ എന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരുംജീരകം ഇവ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ചതച്ചെടുക്കണം, ഒരിക്കലും അരഞ്ഞു പോകരുത് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ചതച്ചിവിടെ മസാലയൊക്കെ ചതച്ചെടുത്തു. ഇനി ആവശ്യമായിട്ടുള്ള മത്തി എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി പച്ചമുളക് ഉപയോഗിച്ചുകൊണ്ട് ഇനി കുറച്ച് മുളക് പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപയോഗിക്കാം കേട്ടോ. അതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഇനി ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ നമുക്ക് ആവശ്യമായ ഉപ്പ് അതിലിടാം കേട്ടോ. ഇനി അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മസാലയിൽ നല്ല പേസ്റ്റ് രൂപത്തിലാവണം. അതിന് ശേഷം വരഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ മീനിലും അതൊന്ന് തേച്ച് പിടിപ്പിക്കുക. ആ ഒരു മസാലേൻ്റെ ഫ്ലേവർ എല്ലാ ഫിഷിലേക്ക് നന്നായിട്ട് പിടിക്കണം കേട്ടോ. എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ഫിഷിലും നമ്മൾ മസാല തേച്ച് പിടിച്ച് കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോ മീനും നമുക്ക് ഇതേപോലെ വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി ചെയ്യാം കേട്ടോ. അതേപോലെ എല്ലാവരും ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ മീനും ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ആ പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബാക്കിയുള്ള മസാല കൂടിയിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ചെറിയുള്ളിയും വെല്ലുള്ളിയും എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഹെൽത്തിന് നല്ലതല്ലേ. അപ്പോൾ ഞാൻ ചെറിയുള്ളിയും വലിയ ഉള്ളിയും യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും നന്നായിട്ടൊന്ന് ഉപ്പ് ഇട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലോണം വഴറ്റണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യമായ പച്ചമുളക് 1-2 കീറിയിടാം. ആവശ്യമായ കറിവേപ്പിൻ്റെ ഇലയും കീറിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി എന്തൊക്കെയാണ്, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉപ്പ് വേണം. ഇത് നന്നായിട്ടൊന്ന് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം തന്നെ നമുക്കൊരു ചെറിയ തക്കാളി പീസായി കട്ട് ചെയ്തിട്ട് അതും നമുക്ക് ഈ ഒരു മസാലയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ വഴറ്റിയെടുത്തു. ആ സമയം നമുക്ക് വാഴേൻ്റെ ഇലയും കൂടി ഒന്ന് വാട്ടിയെടുക്കും. അപ്പോൾ നമ്മൾ ആ വാട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടുപ്പിൽ ആ ഒരു മസാല റെഡിയായി കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്യാം, ബട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ വാട്ടിയ വാഴേൻ്റെ ഇലയിൽ സെൻറ്ററിൽ നമ്മൾ ആ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് യൂസ് ചെയ്താൽ മതി, കുറച്ച് നമുക്ക് മേലെയും എടുക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മത്തി ഒന്ന് അതിൻ്റെ മേലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള മസാല അതിൻ്റെ മേൽഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം 1-2 പച്ചമുളക് എടുത്ത് നടുകെ കീറിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും വെക്കാം കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചുറ്റിക്കുക. എന്നിട്ട് നല്ല സെക്യൂർ ചെയ്ത് കെട്ടി വെച്ച ഒരു പൊതി എടുത്ത് തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. നമുക്കതിന് നൂലൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി ഇലയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. നല്ല ഈസിയാണ്. നമ്മളെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നോക്കുക, എന്താല്ലേ ആവി പറക്കുന്ന മീൻ പൊള്ളിച്ചത്, അതായത് മത്തി പൊള്ളിച്ചത്. ഗായ്സ് നോക്കൂ ഗായ്സ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാനല്ല കഴിക്കുന്നത്, ഏട്ടത്തിയമ്മയാണ്. ഏട്ടത്തിയമ്മയ്ക്ക് വളരെ ഇഷ്ടമായി കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.